Hi guys, welcome back to 3-1 YouTube channel. ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോൾ എച്ച് പിയുടെ ലാപ്ടോപ്പ് അൺബോക്സിങ് ആണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ അൺബോക്സിങ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എച്ച് പിയുടെ ലാപ്ടോപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് രാത്രിയായി. അപ്പോൾ ലൈറ്റിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യല്ലേ. അപ്പോൾ HP15DA0077TX ഇതാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ലാപ്ടോപ്പ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് ലാപ്പ്. ഇതിൻ്റെ കവർ എല്ലാം ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മാനുവലാണ് കാണുന്നത്. യൂസർ മാനുവലാണ് കാണുന്നത്. യൂസർ മാനുവൽ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അടുത്ത് അങ്ങനത്തെ സൈഡിലൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ അഡാപ്റ്റർ, ചാർജർ, അങ്ങനത്തെ ഐറ്റംസാണ്. ഇനി ലാപ്പ് പുറത്തെടുക്കും. ലാപ്പ് നന്നായിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്താൽ നല്ല സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ പാക്കിംഗ് ഒക്കെ മാറ്റുകയാണ്. അപ്പോൾ എച്ച് പി ലാപ്പ് ബാറ്ററി ഒക്കെ ഉണ്ട്. നമ്മളിവിടെ പോർട്ട് നോക്കാം, ഏതൊക്കെ പോർട്ടാണ് ഉള്ളതെന്ന്. ഇപ്പം ഇവിടെ ചാർജർ കണക്റ്റിംഗ് പോർട്ടാണ് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ലാൻ സ്ലോട്ടുണ്ട്. പിന്നെ HDMI സ്ലോട്ട്, പിന്നെ 3.1-ൻ്റെ 2 USB പോർട്ട്, പിന്നെ ജാക്ക്, ഓഡിയോ ജാക്കിൻ്റെ, പിന്നെ ഇവിടെ SD കാർഡ് റീഡർ, പിന്നെ USB 2.0 USB ഉണ്ട്, പിന്നെ CD ഡ്രൈവ്. ഇങ്ങനത്തെ ഇത്ര ഐറ്റംസാണ് ഉള്ളത്. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കേ, ഇതാണ് നമ്മുടെ സ്പീക്കർ, ഡ്യുവൽ സ്പീക്കറാണ്. പിന്നെ ഇതിൻ്റെ എഴുതിയിട്ടുണ്ട്, നമ്മൾ എച്ച് പി ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. 1 year വാറൻറ്റി ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കംപ്ലയിൻറ്റ് നമ്പേഴ്സ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ നോക്കിയാൽ Intel i5 8th ജനറേഷൻ അതിൻ്റെയൊക്കെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിന് കിട്ടിയ ഡോസ് ആയിരുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പം ഞാൻ വിൻഡോസ് 10 ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്പെസിഫിക്കേഷനിലോട്ട് അടക്കുകയാണെങ്കിൽ 8 GB റാം ഉണ്ട്, പിന്നെ 1 TB ഹാർഡ് ഡിസ്ക് സൈസ് ഉണ്ട്, പിന്നെ ക്യാഷ് മെമ്മറി 6 MB, പിന്നെ ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ അതിന് 2 GB തന്നെ ഗ്രാഫിക്സ് ഉണ്ട്. അപ്പോൾ അതിന് ഇഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ഡിസ്പ്ലേ ഇടുന്നുണ്ട്. ഇപ്പം 15.6 ഇഞ്ച് ഉണ്ട് അതിൻ്റെ ഡിസ്പ്ലേ തന്നെ. പിന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുമ്പോൾ ഇത് അവകാശപ്പെടുന്നത് 7 hours ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന 3 സെല്ലാണ് ഇതിൻ്റെ ബാറ്ററി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഉണ്ട്, ബാറ്ററി സ്ലോട്ടാണ്. ഇതിനിപ്പോൾ 3 സെല്ലാണ് അതിൻ്റെ അകത്തുള്ളത്. ഇനി അടുത്ത് ഇതിൻ്റെ കീബോർഡാണ്. നിങ്ങൾക്ക് കാണാൻ ഇത് കീബോർഡ് നല്ല കോമ്പാക്റ്റ് ആണ്, ഡസ്റ്റ് കയറുന്നത് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് ഇതിന് എല്ലാത്തിൻ്റെ ആയിട്ടുള്ള 1 year വാറൻറ്റി, കീബോർഡിന് എക്സ്ട്രാ വാറൻറ്റി അവർ പറയുന്നുണ്ട്. ഇനി അടുത്ത് ഇതിൻ്റെ ക്യാമാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് HD ക്യാമാണ്. നമുക്ക് ഇതിന് നല്ല സ്മൂത്തായിട്ട് നമുക്ക് മൂവ് ചെയ്യാനും നമുക്ക് സെലക്ട് ചെയ്യാനും സിംഗിൾ ടാപ്പ് അതെല്ലാം നന്നായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വൈഫൈ, ബ്ലൂടൂത്ത് അങ്ങനെ എല്ലാം എനേബിൾഡ് ആണ്. അപ്പോൾ ഈ ലാപ്പിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുമ്പോൾ 53,500 സംതിങ് ആണ് അതിൻ്റെ ഒറിജിനൽ പ്രൈസ്. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ ആമസോണിൽ ആണ് ഓൺലൈൻ നിങ്ങൾ വാങ്ങിക്കുന്നെങ്കിൽ ഇതിന് 48,300 സംതിങ്ങിന് കിട്ടും. പിന്നെ ഫ്ലിപ്കാർട്ടിൽ ആണെങ്കിൽ 49,500 കിട്ടുന്നത്. അപ്പോൾ ഈ ലാപ്പിനെ കുറിച്ച് ഞാൻ 2-3 സ്റ്റോഴ്സിൽ ട്രിവാൻഡ്രത്തുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ QRSൻ്റെ അവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ പ്രൈസ് എന്ന് പറയുമ്പോൾ 52,000 സംതിങ് ആ റേഞ്ചിൽ തരാമെന്നാണ് പറഞ്ഞത്. പിന്നെ പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ കുറച്ചും കൂടി സോഫ്റ്റ്വെയർസൊക്കെ ആപ്ലിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. പിന്നെ 500 rupees എക്സ്ട്രാ കൊടുക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് വിൻഡോസ് ചെയ്യാനായിട്ട് എക്സ്ട്രാ പൈസ ഉണ്ട്. അങ്ങനെ കുറച്ച് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ആവശ്യം വരുമല്ലോ. അപ്പോൾ ഈ ലാപ്പിൻ്റെ ഒറിജിനൽ വില ഞാൻ പറഞ്ഞല്ലോ 53,000 സംതിങ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പരിചയമുള്ള സ്റ്റോറിൽ ചോദിച്ച് എനിക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് എനിക്ക് 46,000 ഈ ലാപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കമ്പാരിസൺ മനസ്സിലായല്ലോ, ഇത്ര വ്യത്യാസമുണ്ട് ഒറിജിനൽ വില ഇതുമായിട്ടുള്ള വ്യത്യാസം. എന്നിട്ട് അവർ ഫ്രീ ആയിട്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ചെയ്ത് തരുന്നുണ്ട്, വിൻഡോസ് 10 ആയിട്ട് മാറ്റി തന്നിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോറിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അല്ല, ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നില്ല. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വേണമെങ്കിൽ നിങ്ങൾ എന്നെ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഈ ലാപ്പിനെ കുറിച്ചുള്ള കൂടുതൽ സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ കൂടെ ഫുൾ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ്റെ പെർഫോമൻസ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ റിവ്യൂ ആയിട്ട് ഞാൻ ഇടുന്നത്. ഇത് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഉടനെ വീഡിയോ ഇട്ടുണ്ട്. ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ അധികം ചെക്ക് ചെയ്തില്ല. ആ സ്റ്റോറി വെച്ച് ഞാൻ ചെക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ, ഇവിടെ വെച്ച് ഞാൻ ചെക്ക് ചെയ്തില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഇതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ റിവ്യൂ, ഞാൻ യൂസർ റിവ്യൂ ഞാൻ ഇതിൻ്റെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ്. പിന്നെ ആരെങ്കിലും ലാപ്ടോപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതെന്തായാലും നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും.
HP എന്ന് പറയുമ്പോൾ ബ്രാൻഡ് ക്വാളിറ്റി, പിന്നെ 1 year വാറന്റി, നമ്മൾ ഹോം സർവീസ് ഉണ്ട്, എല്ലാം ചെയ്ത് തരുന്നതായിരിക്കും. സോ താങ്ക് യു ഫ്രണ്ട്സ്. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി എല്ലാം വെയിറ്റ് ചെയ്യുക. ബൈ.